പള്ളിയിൽ പോയി പുരുഷന്മാർ പ്രാർത്ഥിക്കുമ്പോൾ, ജുമ നമസ്കരിക്കുമ്പോൾ, വനിതകൾക്ക് വീട്ടിൽ വെച്ച് തന്നെ പള്ളി ദൈവം അംഗീകരിച്ചു കൊടുത്തിരിക്കുന്നു എന്നുള്ള ഒരു ഭാഷ്യവും വേണമെങ്കിൽ പറയാം. എന്തായാലും ഈ പരിപാടി ശ്രദ്ധിക്കുന്ന വനിതകൾക്ക് വേണ്ടി, മുസ്ലിം സഹോദരിമാർക്ക് വേണ്ടി കാന്തപുരത്തിന്റെ വാക്കുകൾ. ഈ പള്ളിയിൽ ആരാധിക്കുക എന്ന വിഷയത്തിൽ മാത്രമല്ല സ്ത്രീകളെ മാറ്റി നിർത്തിയത്. ഇസ്ലാം സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തതുപോലെ സ്വാതന്ത്ര്യം കൊടുത്ത മറ്റൊരു മതവും ഇല്ല. ചില മതങ്ങളിൽ സ്ത്രീകൾക്ക് സ്വത്തവകാശം പോലുമില്ല. ഇസ്ലാം സ്ത്രീകൾക്ക് സ്വത്തവകാശം വെച്ചിട്ടുണ്ട്. ഭർത്താവ് അനധികൃതമായി ഭാര്യയോട് പെരുമാറുകയും ഭാര്യയെ ഒഴിവാക്കി കൊടുക്കാതെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ, പ്രത്യേക സാഹചര്യത്തിൽ, അത് ദുരുപയോഗപ്പെടുത്താതിരിക്കാനാണ് പ്രത്യേക സാഹചര്യമെന്ന് ഞാൻ പറയുന്നത്, പ്രത്യേക സാഹചര്യത്തിൽ ഭർത്താവിനെ ഒഴിവാക്കാനുള്ള സ്വാതന്ത്ര്യം വരെ സ്ത്രീകൾക്ക് ഇസ്ലാം നൽകിയിട്ടുണ്ട്. അതുപോലെ ഭർത്താക്കൾ ഭാര്യമാരെ സംരക്ഷിക്കുന്നതിൽ വളരെ കർശനമായി പാലിക്കേണ്ട നിയമങ്ങൾ ഇസ്ലാം വെച്ചിട്ടുണ്ട്. അങ്ങനെ സ്ത്രീകളെ ഉയർത്തിക്കൊണ്ടുവന്ന പല സംഭവങ്ങളുമുണ്ട്. അത് പറയാൻ ഈ സമയം അനുയോജ്യമല്ലാത്തത് കൊണ്ട് ചുരുക്കുകയാണ്. അങ്ങനെ ഇസ്ലാമിൽ സ്ത്രീകൾക്ക് വലിയ വലിയ സ്ഥാനം കൊടുത്തെങ്കിലും അവരുടെ പാതിവൃത്തി സംരക്ഷിക്കുവാനും അവരുടെ പരിശുദ്ധി നിലനിർത്താനും പരപുരുഷന്മാരുമായി ഇടകലരുന്ന എല്ലാ രംഗങ്ങളിൽ നിന്നും അവർ മാറി നിൽക്കേണ്ടതാകുന്നു എന്ന സംവിധാനമാണ് ഇസ്ലാം ഏർപ്പെടുത്തിയിട്ടുള്ളത്. 124,000-ൽ പരം പ്രവാചകന്മാർ ഇവിടെ വന്നിട്ടുണ്ട്. ഈ പ്രവാചകന്മാരിൽ ഒരാൾ പോലും സ്ത്രീ ഉണ്ടായിരുന്നില്ല. കാരണം പ്രവാചകർ ജനങ്ങളെ അഭിമുഖീകരിക്കുകയും